സഹധർമ്മിണി എന്നാ കല്യാണം കഴിച്ച ആളെ വിളിക്കുക. അല്ലാണ്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനർത്ഥം ഭരിക്കപ്പെടുന്നതിന് അർത്ഥമുണ്ട്. അത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് ഈ ഭാര്യ എന്നുള്ളത്. നമ്മുടെ ധർമ്മം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പത്നി അല്ലെങ്കിൽ സഹധർമ്മിണി. ഏറ്റവും ആക്ട് ആയിട്ടുള്ള വേർഡ് സഹധർമ്മിണി. ഭർത്താവിൻ്റെ ഒപ്പം നിന്ന് ധർമ്മം അനുഷ്ഠിക്കേണ്ടവളാണ് സഹധർമ്മിണി. അപ്പോൾ ശരിക്കും ഞാൻ പറയുമ്പോൾ ധൃതരാഷ്ട്രരുടെ രാജാവ് എന്നുള്ള ധർമ്മം വിടും, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നുള്ള ധർമ്മം എടുത്താൽ മതി. അച്ഛൻ്റെ ധർമ്മം എന്താ? മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് അച്ഛൻ്റെ പരമായിട്ടുള്ള ധർമ്മം. മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക, അറിവ് കൊടുക്കുക, അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം അറിവ് കൊടുത്തു, ദ്രോണരെ പോലെ നല്ല ഒരു അധ്യാപകനൊക്കെ കൊടുത്തു. പക്ഷെ അവർ വളർന്നു വരുന്ന രീതി കാണാനുള്ള കണ്ണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ജന്മനാ അന്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസമുണ്ട്, ഒരു തടസ്സമുണ്ട്. അപ്പൊ അത് നികത്തേണ്ടതാരാ? സഹധർമ്മിണിയാ. അല്ലാതെ വീണ്ടും കണ്ണു കിട്ടുകയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാൻ പുച്ഛത്തോടു കൂടി കണ്ടിരുന്ന ഒരു കഥാപാത്രമാണ് ഗാന്ധാരി എന്ന് പറയാം. വളരെയധികം കേട്ടും. കാരണം നിങ്ങൾ നേരാവണ്ണം കണ്ണു തുറന്ന് ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ആ മക്കളെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്തമുള്ള അമ്മ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്, ഭർത്താവിന്റെ അത് അവർക്കും സ്നേഹം കൊണ്ട് അന്ധത നേരത്തെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് കണ്ണു കിട്ടിയത്.